സുജയ, അതായത് ഈ ഗംഗാവാലി പുഴയിൽ നേവിയുടെ സംഘം വീണ്ടും തിരച്ചിലിനായി അല്പസമയത്തിനകം തന്നെ ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് കയർ ലഭിച്ചു എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പരിശോധന നടക്കുകയും ചെയ്യുക. എന്തായാലും മനാഫ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു അമാന്തം ഉണ്ടാവേണ്ടതില്ല. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇനി ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന തിരച്ചിൽ എന്ന് പറയുന്നതും ഒരുപക്ഷെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും. 4 സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും അതിനോടൊപ്പം തന്നെ നേവിയുടെ 2 പേരുമുണ്ട്. അപ്പോൾ 4 പേരും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ തിരച്ചിൽ നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. വളരെ നിർണായകമായിട്ടുള്ള ഒരു ലീഡ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം കയർ ഇപ്പോൾ എന്തായാലും മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൃത്യമായ തോതിൽ ഇത് തങ്ങളുടെ വാഹനത്തിൻ്റെതാണ്, അല്ലെങ്കിൽ തങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ വണ്ണമുള്ള കയർ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞു. അതിൽ നേവി ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ മനാഫിനോട് ഇവിടത്തേക്ക് വിളിച്ചു വരുത്തിയത് ലോഹഭാഗം ഇവിടെ ലഭിച്ചിട്ടുണ്ട്, അത് അവരുടേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മനാഫിനെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ ലോഹഭാഗം കണ്ടെത്തിയതിന് ശേഷം മനാഫ് കൃത്യമായ തോതിൽ തന്നെ പറഞ്ഞു അത്തരത്തിൽ തങ്ങളുടേതല്ല എന്നുള്ള കാര്യം കൃത്യമായ തോതിൽ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് മനാഫിനെ അവർ ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് ഒരുപാട് വണ്ണമുള്ള, അല്ലെങ്കിൽ ഏറിയും കുറഞ്ഞും വണ്ണമുള്ള ഒരു 3 കയറുകൾ കാണിച്ചു എന്നാണ് പറഞ്ഞത്. ആ കയറിൽ തങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ വാഹനത്തിൽ, അല്ലെങ്കിൽ അർജുൻ്റെ വാഹനത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഉപയോഗിച്ച കയർ എത്ര വണ്ണത്തിലുള്ളതാണ് എന്നുള്ള കാര്യം ചോദിച്ച ഘട്ടത്തിൽ മനാഫ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തന്നെ കൃത്യമായ തോതിൽ ലഭിച്ച, ഇപ്പോൾ നമ്മൾ ഉയർത്തി കാണിച്ചിട്ടുള്ള അതേ വണ്ണത്തിലുള്ള കയർ കാണിക്കുകയും ആ ഘട്ടത്തിൽ നേവിയുടെ ഉദ്യോഗസ്ഥർ കൃത്യമായ തോതിൽ ഈ കയർ അവരുടെ മുന്നിലേക്ക് ഇട്ട് നൽകുകയും അത് അവിടെ നിന്ന് മുറിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ അവിടെ ഈ മണ്ണിനടിയിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറഞ്ഞ് ഇവരോട് സംസാരിക്കുകയും. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നേവി നടത്തിയ ഡൈവിംഗിൽ കണ്ടെത്തിയ കയറിന്റെ ഭാഗമാണ്. ഇത് പുഴയുടെ അടിത്തട്ടിൽ തീരത്തോട് ചേർന്നുള്ള ഭാഗത്ത് അവർ മുങ്ങിത്തപ്പിയപ്പോൾ കിട്ടിയതാണ്. അവിടെ നിന്ന് മുറിച്ചെടുത്താണ് കയർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ മറുതലയിൽ ഈ വാഹനമാകാം ഉണ്ടാവുക. ആ രീതിയിൽ മണ്ണിനടിയിലേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ട ഒരു സ്പോട്ട് നേവി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നേവി നടത്തിയ തെരച്ചിലിൽ ബുള്ളറ്റ് ടാങ്കറിൻ്റെ ഒരു ഭാഗം, ഒരു ലോഹഭാഗവും പിന്നീട് ഈ തടി കെട്ടിയ കയറെന്ന് മനാഫ് തിരിച്ചറിഞ്ഞ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കയറുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അർജുൻ കല്യാൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അർജുൻ കല്യാൺ, ഇന്ന് ഇതുവരെ നടത്തിയ തെരച്ചിലുകൾ, അതായത് മാൽപ്പെ 13 തവണ ഡൈവ് ചെയ്തപ്പോൾ അതിൽ മാൽപ്പയ്ക്ക് ഈ വാഹനത്തിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് മാൽപ്പെ നമ്മളോട് പങ്കുവച്ച വിവരം. ഇപ്പോൾ ഈ കയർ കിട്ടിയ ഭാഗം അത് ഈ പുഴയുടെ തീരത്തു നിന്ന് അടുത്തുള്ള ഇടമാണോ? ഇതുവരെയുള്ള തെരച്ചിലിൽ നിന്ന് നേവി കണ്ടെത്തിയതും ഒപ്പം ഈശ്വർ മാൽപ്പെ കണ്ടെത്തിയതും എന്താണ്? സുജി, അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ നടത്തിയ തിരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ കയർ തന്നെയാണ്. ഇന്നലെ ലഭിച്ചിട്ടുള്ള ഹൈഡ്രോളിക് ജാക്കി, അതിന് പുറമെ ചെറിയ ഒരു ലോഹഭാഗം, ഒരു നീള കമ്പി പോലെയുള്ള ഒരു ലോഹഭാഗവും കൂടി ഇന്നലെ തിരച്ചിലിൻ്റെ ഭാഗമായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ കയർ കണ്ടെത്തിയത് വലിയ തോതിൽ നിർണായക വിവരം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട്